പ്രിയമുള്ള വിദ്യാർത്ഥികളെ, +2 ഫിസിക്സിലെ ഫോക്കസ് പോയിന്റിൽ തന്നിരിക്കുന്ന റിഫ്രാക്ഷൻ എന്ന പാഠഭാഗമാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. റിഫ്രാക്ഷനെ കുറിച്ച് നിങ്ങൾ ചെറിയ ക്ലാസ്സുകളിൽ തന്നെ പഠിച്ചതാണ്. അപവർത്തനം എന്ന് മലയാളത്തിൽ പറയുന്ന ഈ ഫിനോമിന പ്രകാശം ഒരു മാധ്യമത്തിൽ നിന്ന് അല്ലെങ്കിൽ ഒരു മീഡിയത്തിൽ നിന്ന് മറ്റൊരു മീഡിയത്തിലേക്ക് കടക്കുമ്പോൾ ആ രണ്ട് മീഡിയങ്ങളെയും സെപ്പറേറ്റ് ചെയ്യുന്ന തലത്തിൽ വെച്ച് അതിൻ്റെ പാതയ്ക്കുണ്ടാവുന്ന ബെൻഡിങ്ങിനെയാണ് റിഫ്രാക്ഷൻ എന്ന് പറയാം. റിഫ്രാക്ഷൻ ഈസ് ദ ബെൻഡിങ് ഓഫ് ദ പാത്ത് ഓഫ് ദ റേ ഓഫ് ലൈറ്റ് വെൻ ലൈറ്റ് ട്രാവൽസ് ഫ്രം വൺ മീഡിയം ടു അനദർ മീഡിയം. ഒരു മീഡിയത്തിൽ നിന്ന് മറ്റൊരു മീഡിയത്തിലേക്ക് സഞ്ചരിക്കുമ്പോൾ ഇവിടെ ചിത്രം വരച്ചിട്ടുണ്ട്. ലൈറ്റ് ഒരു മീഡിയത്തിൽ നിന്ന് മറ്റൊരു മീഡിയത്തിലേക്ക് സഞ്ചരിക്കുകയാണ്. നമുക്കിതിനെ ഒന്നിനെ വാട്ടർ എന്നും അല്ലെങ്കിൽ മറ്റതിനെ എയർ എന്നും പറയാം, അല്ലെങ്കിൽ ഒന്നിനെ ഗ്ലാസ് എന്നും മറ്റതിനെ എയർ എന്നും പറയാം. ഇങ്ങനെ ഒരു മാധ്യമത്തിൽ നിന്ന് മറ്റൊരു മാധ്യമത്തിലേക്ക് ലൈറ്റ് കടന്നു പോകുമ്പോൾ അതിൻ്റെ പാത്തിനുണ്ടാകുന്ന ബെൻഡിങ്ങിനെയാണ് റിഫ്രാക്ഷൻ എന്ന് പറയാം. ഇത് നമ്മൾ ചില എക്സ്പെരിമെൻറ്റുകൾ ചെയ്ത് നോക്കിയിട്ട് കാണാൻ സാധിക്കുന്നതാണ്. നമ്മളൊരു ഗ്ലാസ്സിൽ വെള്ളം എടുത്തിട്ട് അതിലൊരു സ്കെയിൽ അല്ലെങ്കിൽ ഒരു പെൻസിൽ ഇട്ട് നോക്കിയാൽ അത് ബെൻഡ് ചെയ്ത പോലെ നമുക്ക് തോന്നും. ഇതൊക്കെ റിഫ്രാക്ഷൻ്റെ ഉദാഹരണങ്ങളാണ്. അപ്പോൾ എങ്ങോട്ടാണ് ബെൻഡ് ചെയ്യുക, ഒരു മാധ്യമത്തിൽ നിന്ന് മറ്റൊരു മാധ്യമത്തിലേക്ക് കടക്കുമ്പോൾ ഏത് ദിശയിലേക്കാണ് ബെൻഡ് ചെയ്യുക എന്ന് തീരുമാനിക്കുന്നത് ആ മാധ്യമത്തിൻ്റെ ഒപ്റ്റിക്കൽ ഡെൻസിറ്റിക്ക് അനുസരിച്ചിട്ടാണ്. ഒപ്റ്റിക്കൽ ഡെൻസിറ്റി എന്നുള്ളത് സാധാരണ ഡെൻസിറ്റിയുമായിട്ട് ബന്ധമില്ല. സാധാരണ ഡെൻസിറ്റി നമുക്കറിയാം, മാസ് ബൈ വോളിയമാണ്. എന്നാൽ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി എന്ന് വെച്ചാൽ ലൈറ്റിന് ആ മീഡിയത്തിലൂടെ സഞ്ചരിക്കാനുള്ള വേഗതയെ അടിസ്ഥാനമാക്കി പറയുന്നതാണ് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി. നിങ്ങൾക്കറിയാം, ലൈറ്റിന് ഏറ്റവും കൂടുതൽ സ്പീഡുള്ളത് വാക്വത്തിൽ കൂടിയാണ്. ദാറ്റ് ഈസ് 3 × 10⁸ മീറ്റർ/സെക്കൻഡ് ആണ് ലൈറ്റിൻ്റെ വാക്വത്തിലുള്ള സ്പീഡ്, മാക്സിമം സ്പീഡ്. എയറിൽ കൂടെ നമ്മൾ അത് തന്നെയാണ് എടുക്കാറുള്ളത് എങ്കിലും എയറിൽ കൂടി ഒരല്പം കുറവാണ് എന്ന് തന്നെ പറയാം. വാക്വത്തിനെ സംബന്ധിച്ച് കണക്കാക്കുകയാണെങ്കിൽ എയറിൽ കൂടിയുള്ള ലൈറ്റിൻ്റെ സ്പീഡ് വാക്വത്തിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഒരല്പം കുറവാണ്. ഇനി ഗ്ലാസ്സിൽ കൂടി സഞ്ചരിക്കുമ്പോഴോ വാട്ടറിൽ കൂടി സഞ്ചരിക്കുമ്പോഴോ ലൈറ്റിൻ്റെ സ്പീഡ് ഇതിനേക്കാളൊക്കെ കുറഞ്ഞതായിരിക്കും. അപ്പോൾ ഈ ലൈറ്റിൻ്റെ സ്പീഡ് വേരി ചെയ്യുന്നതിനനുസരിച്ചിട്ടാണ് നമ്മൾ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി പറയുക. സ്പീഡ് വളരെ കുറഞ്ഞ ഒരു മീഡിയത്തിന് നമ്മൾ ഡെൻസർ മീഡിയം എന്നും സ്പീഡ് കൂടിയ മീഡിയത്തിനെ നമ്മൾ റെയറർ മീഡിയം എന്ന് പറയും. ലൈറ്റിൻ്റെ സ്പീഡ് കൂടുതലുള്ള മീഡിയമാണ് റെയറർ മീഡിയം, സ്പീഡ് കുറഞ്ഞ മീഡിയമാണ് ഡെൻസർ മീഡിയം. അപ്പോൾ ലൈറ്റ് ഒരു റെയറർ മീഡിയത്തിൽ നിന്നും ഡെൻസർ മീഡിയത്തിലേക്കാണ് കടക്കുന്നത്. ഈ ചിത്രത്തിൽ ദിസ് ഈസ് ദ ഫസ്റ്റ് മീഡിയം, ദിസ് ഈസ് ദ സെക്കൻഡ് മീഡിയം, ദിസ് ഈസ് എ റെയറർ മീഡിയം ആൻഡ് ഡെൻസർ മീഡിയം. നമുക്ക് ഉദാഹരണത്തിന് റെയറർ മീഡിയം എയർ ആണെന്ന് വെക്കാം, ഡെൻസർ മീഡിയം വാട്ടറോ ഗ്ലാസോ അങ്ങനെ എന്തെങ്കിലും ആവാം. അപ്പോൾ ഈ വരച്ചേക്കുന്നതാണ് ഇൻസിഡൻറ്റ് റേ. ഈ വരച്ചത് രണ്ട് മീഡിയത്തിനെ സെപ്പറേറ്റ് ചെയ്യുന്ന സർഫസാണ് ഈ വരച്ചത്. ഇത് ഇൻസിഡൻറ്റ് റേ ആണ്, ഇതാണ് റിഫ്രാക്റ്റഡ് റേ. ആക്ച്വലി ഈ റേ നേരെ ബെൻഡ് ചെയ്യാതെ പോകേണ്ടതായിരുന്നു, പക്ഷേ ഈ മീഡിയത്തിൽ മാറുന്നത് കൊണ്ട് ഇത് ബെൻഡ് ചെയ്യാണ്. എങ്ങോട്ടാണ് ബെൻഡ് ചെയ്യുന്നത്? ടുവേർഡ്സ് ദ നോർമൽ. So, when the ray of light travels from a rarer medium to a denser medium, the ray bends towards the normal. അത് നേരെ തിരിച്ചും പോസിബിൾ ആണ്. അതായത് when the ray of light travels from a denser medium to rarer medium, ഉദാഹരണത്തിന് വാട്ടർ, ഇവിടെ എയർ, ഡെൻസർ മീഡിയത്തിൽ നിന്നും റെയറർ മീഡിയത്തിലേക്ക് സഞ്ചരിക്കുമ്പോൾ ദ റേ ഓഫ് ലൈറ്റ് ഈസ് ബെൻഡിങ് എവേ ഫ്രം ദ നോർമൽ. എപ്പോഴും ഓർക്കുക, റെയറർ മീഡിയത്തിൽ നോർമലിൽ നിന്ന് അകലെയായിരിക്കും റേ ഓഫ് ലൈറ്റ്, ഡെൻസർ മീഡിയത്തിൽ നോർമലിനോട് അടുത്തായിരിക്കും റേ ഓഫ് ലൈറ്റ്. ഓക്കെ, അപ്പോൾ ഈ രീതിയിലാണ് ലൈറ്റിൻ്റെ റേ ഓഫ് ലൈറ്റ് ബെൻഡ് ചെയ്യുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് രണ്ട് ലോസ് ഉണ്ട്, ലോസ് ഓഫ് റിഫ്രാക്ഷൻ. ഒന്നാമത്തെ ലോ പറയുന്നത് the incident ray, normal and the refracted ray all lie in the same plane. നമ്മൾ law of reflection പഠിച്ച അതുപോലെ തന്നെയാണ് the incident ray, normal and refracted ray all lie in the same plane. The second law has a special name which is called Snell's law. Second law of refraction is called Snell's law, which states that the ratio of sine of angle of incidence in the first medium to sine of angle of refraction in the second medium is a constant. ഫസ്റ്റ് മീഡിയത്തിലുള്ള ആംഗിൾ ഓഫ് ഇൻസിഡൻസിൻ്റെ സൈന് ഡിവൈഡ് ബൈ സെക്കൻഡ് മീഡിയത്തിലുള്ള ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ്റെ സൈന്, അവയുടെ റേഷ്യോ ദാറ്റ് ഈസ് സൈൻ ഐ ബൈ സൈൻ ആർ is a constant which is called refractive index. Refractive index. ഇത് എപ്പോഴും കോൺസ്റ്റൻ്റ് ആണോ എന്ന് ചോദിച്ചാൽ നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഈസ് എ കോൺസ്റ്റൻറ്റ് ഫോർ എ ഗിവൺ പെയർ ഓഫ് മീഡിയ.
ഏത് മീഡിയം പെയറുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത് എന്നതിനനുസരിച്ചിട്ടായിരിക്കും റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് വരിക. എന്ന് വെച്ചാൽ എയറിൽ നിന്ന് വാട്ടറിലേക്ക് വരുമ്പോഴുള്ള റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആയിരിക്കില്ല ഗ്ലാസ്സിൽ നിന്ന് വാട്ടറിലേക്ക് ലൈറ്റ് കടന്നു വരുമ്പോഴുള്ള റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. പെയർ ഓഫ് മീഡിയം മാറുമ്പോൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സും മാറും. എയറിൽ നിന്ന് ഗ്ലാസ്സിലേക്ക് വരുമ്പോഴുള്ള റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് അല്ല വാട്ടറിൽ നിന്ന് ഗ്ലാസ്സിലേക്ക് വരുമ്പോഴുള്ള റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. ആൻഡ് ഇറ്റ് ഈസ് എ കോൺസ്റ്റന്റ് ഫോർ എ ഗിവൺ കളർ ഓഫ് ലൈറ്റ് ഓൾസോ. കളർ മാറുന്നതിനനുസരിച്ചിട്ട് ലൈറ്റിൻ്റെ വേവ് ലെങ്ത് മാറുന്നതിനനുസരിച്ചും റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് മാറുന്നു. എന്ന് വെച്ചാൽ എയറിൽ നിന്ന് വാട്ടറിലേക്ക് ലൈറ്റ് കടന്നു വരുമ്പോൾ ബ്ലൂ ലൈറ്റ് ഉപയോഗിക്കുമ്പോൾ കിട്ടുന്ന റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് അല്ല നമുക്ക് റെഡ് ലൈറ്റ് ഉപയോഗിച്ചാൽ കിട്ടുന്ന റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, അതല്ല ഗ്രീൻ ലൈറ്റിന് കിട്ടുക. സോ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഈസ് എ കോൺസ്റ്റന്റ് ഫോർ എ ഗിവൺ പെയർ ഓഫ് മീഡിയ ആൻഡ് ഫോർ എ ഗിവൺ കളർ ഓഫ് ലൈറ്റ്. So I will repeat the Snell's law once again. The ratio of sine of angle of incidence in the first medium to sine of angle of refraction in the second medium is a constant for a given pair of media and for a given color of light. ഇത് ഏത് മീഡിയത്തിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ് കിട്ടുന്നത്? ഒന്നാമത്തെ മീഡിയത്തിൽ നിന്ന് രണ്ടാമത്തെ മീഡിയത്തിലേക്ക് ലൈറ്റ് കടന്നു പോകുമ്പോൾ നമുക്ക് കിട്ടുക റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് സെക്കൻഡ് മീഡിയം വിത്ത് റെസ്പെക്ട് ടു ഫസ്റ്റ് മീഡിയം N21 ആണ് നമുക്ക് കിട്ടുക. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് സെക്കൻഡ് മീഡിയം വിത്ത് റെസ്പെക്ട് ടു ഫസ്റ്റ് മീഡിയം. ഇതിനെ നമുക്ക് മറ്റൊരു തരത്തിലും എഴുതാം. ഇത് എയറും ഇത് വാട്ടറുമാണെങ്കിൽ ദിസ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഈസ് ഓൾസോ ഈക്വൽ ടു N റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് വാട്ടർ വിത്ത് റെസ്പെക്ട് ടു എയർ. ഗ്ലാസ്സിൽ നിന്ന് വാട്ടറിലേക്കാണ് ലൈറ്റ് കടന്നു പോകുന്നതെങ്കിൽ ഫസ്റ്റ് മീഡിയം ഗ്ലാസ് ആണ്, സെക്കൻഡ് മീഡിയം വാട്ടർ ആണ്. സോ വി ആർ ഗെറ്റിംഗ് ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് വാട്ടർ വിത്ത് റെസ്പെക്ട് ടു ഗ്ലാസ്. സെക്കൻഡ് മീഡിയത്തിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ് കിട്ടുക വിത്ത് റെസ്പെക്ട് ടു ഫസ്റ്റ് മീഡിയം. തിരിച്ച് ഈ ആരോ മാർക്കൊക്കെ റിവേഴ്സിബിൾ ആണ്. എന്ന് വെച്ചാൽ ഒരു ലൈറ്റ് സോഴ്സ് ഇവിടെ വെക്കുകയാണെങ്കിൽ ആ ലൈറ്റ് ഈ ആരോ മാർക്ക് തിരിച്ചു പോകുന്ന മാതിരി ഇവിടെ നിന്ന് അങ്ങോട്ട് പോകും, എന്നിട്ട് നേരെ തിരിച്ച് ഇങ്ങോട്ടും പോകും. ആരോ മാർക്സ് നമുക്ക് റിവേഴ്സ് ചെയ്യാം. അപ്പോൾ നമുക്ക് ലൈറ്റ് സോഴ്സ് ഇവിടെയാണെങ്കിൽ നമുക്ക് ഏത് മീഡിയത്തിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ് കിട്ടുക? എയറിൻ്റെ അല്ലെങ്കിൽ ഫസ്റ്റ് മീഡിയത്തിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ് കിട്ടുക. അതായത് ഫസ്റ്റ് മീഡിയത്തിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് വിത്ത് റെസ്പെക്ട് ടു സെക്കൻഡ് മീഡിയം, ദാറ്റ് ഈസ് കോൾഡ് N12. N12 ഈസ് ഈക്വൽ ടു, ആ കേസിൽ ഇവിടെയാണ് ലൈറ്റിൻ്റെ സോഴ്സ് വെച്ചതെങ്കിൽ ഇതായിരിക്കും ആംഗിൾ ഓഫ് ഇൻസിഡൻസ്, ഇതായിരിക്കും ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ. സോ N12 ഈസ് sin R ബൈ sin I. ഇത് നമുക്ക് താരതമ്യം ചെയ്ത് നോക്കിയാൽ മനസ്സിലാവുന്ന ഒരു കാര്യം, N21 is sin I by sin R, N12 is sin R by sin I. So N21 is 1 by N12. The reciprocal of N12 is N21. അത് തമ്മിൽ ആരോ മാർക്സ് റിവേഴ്സിബിൾ ആയതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. ഇത്രയും ഭാഗം ക്ലിയറായി എന്ന് വിചാരിക്കുന്നു. ഇതോടൊപ്പം നമുക്ക് ചേർത്ത് വായിക്കാവുന്ന അല്ലെങ്കിൽ ഇതോടൊപ്പം പറയേണ്ട മറ്റൊരു ടേമാണ് അബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. അബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് N എന്ന് മാത്രമാണ് പറയുക. N21 N12 എന്നൊന്നും പറയില്ല. അബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഈസ് N കിട്ടണമെങ്കിൽ ഫസ്റ്റ് മീഡിയം എയർ ആയിരിക്കണം. എയറിൽ നിന്ന് വാട്ടറിലേക്ക് ലൈറ്റ് വരുമ്പോൾ കിട്ടുന്നത് വാട്ടറിൻ്റെ അബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ്. യഥാർത്ഥത്തിൽ നമ്മൾ ഇത്ര നേരം പറഞ്ഞത് പ്രകാരം അത് NWA ആയിരിക്കണം. NWAനെയാണ് നമ്മൾ NW എന്ന് പറയുക. NW എന്ന് വെച്ചാൽ വാട്ടറിൻ്റെ അബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. എയറിൽ നിന്ന് ഗ്ലാസ്സിലേക്ക് വരുമ്പോൾ കിട്ടുന്ന റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഗ്ലാസിൻ്റെ അബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ്. ഓക്കെ, അതായത് NGA എന്നുള്ളതിനെയാണ് നമ്മൾ ചുരുക്കിയിട്ട് NG എന്ന് പറയുന്നത്. അബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സിന് മറ്റൊരു തരത്തിലും നമുക്ക് പറയാം, ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് velocity of light in free space, that is vacuum, to velocity of light in the medium, that is N is equal to C by V. C is velocity of light in the vacuum, 3 into 10 raised to 8. മീഡിയത്തിൽ വെലോസിറ്റി ഓഫ് ലൈറ്റ് അതിനേക്കാളും കുറഞ്ഞിരിക്കും. സോ V is velocity of light in the medium. അപ്പോൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് വെച്ചാൽ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരേണ്ട കാര്യം, ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് വെലോസിറ്റീസ് ഓഫ് ലൈറ്റ് ഇൻ ദ ടു മീഡിയ. വാക്വത്തിലുള്ള വെലോസിറ്റി ഓഫ് ലൈറ്റ് ഡിവൈഡ് ബൈ മീഡിയത്തിലുള്ള വെലോസിറ്റി ഓഫ് ലൈറ്റ് ആണ്. ആ റേഷ്യോനെയാണ് നമ്മൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയുക. രണ്ട് കാര്യങ്ങളുടെയും യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് ആയതുകൊണ്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഈസ് എ യൂണിറ്റ് ലെസ് ക്വാണ്ടിറ്റി ആൻഡ് ദ ഡയമെൻഷൻ ഫോർമുല ഓൾസോ വിൽ ബി ഗെറ്റിംഗ് ക്യാൻസൽഡ്. സോ ഇറ്റ് ഈസ് എ യൂണിറ്റ് ലെസ് ഡയമെൻഷൻ ലെസ് ക്വാണ്ടിറ്റി. ഓക്കെ,
റിഫ്രാക്റ്റീവ് ഇൻഡെക്സിനെ പറ്റി ഇത്രയും മനസ്സിലാക്കുന്നതോടെ നമ്മുടെ ഗ്ലാസിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഇറ്റ് വിൽ ബി അപ്രോക്സിമേറ്റ്ലി ഗ്ലാസിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 1.5 ആയിരിക്കും. പലതരം ഗ്ലാസ്സുകളുണ്ട്, ഫ്ലിൻ ഗ്ലാസ്, ക്രൗൺ ഗ്ലാസ് എന്നൊക്കെ പറഞ്ഞ് അതിനൊക്കെ ചെറിയ ചെറിയ വേരിയേഷൻസ് വരും. ഏതാണ്ട് 1.4 മുതൽ 1.55 വരെയാണ് ഗ്ലാസിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് വേരി ചെയ്ത് കിടക്കുന്നത്. വാട്ടറിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണെങ്കിൽ 1.33 ആണ്. ഇത് ഉപയോഗിച്ചുകൊണ്ട് എത്രയാണ് വാട്ടറിൽ കൂടിയുള്ള ലൈറ്റിൻ്റെ സ്പീഡ് എന്ന് നമുക്ക് കണ്ടുപിടിക്കാം. കാരണം n=c/v ആണ്. സോ v വിൽ ബി ഈക്വൽ ടു c/n. വാട്ടറിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 1.33 ആണ്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് വളരെയധികം കൂടിയ ഒരു മെറ്റീരിയലാണ് ഡയമണ്ട്. ഡയമണ്ടിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് വിൽ ബി അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 2.42. സംഖ്യകൾ തമ്മിൽ വലിയ വ്യത്യാസമില്ലെങ്കിലും റിഫ്രാക്റ്റീവ് ഇൻഡെക്സിനെ സംബന്ധിച്ചിടത്തോളം 2.42 എന്നുള്ളത് വളരെ വലിയൊരു സംഖ്യ തന്നെയാണ്. ഓക്കെ, ഇനി നമുക്ക് റിഫ്രാക്ഷൻ്റെ ചില ആപ്ലിക്കേഷനുകളെ കുറിച്ച് ചില കാര്യങ്ങൾ മനസ്സിലാക്കാം. റിഫ്രാക്ഷൻ കാരണം സംഭവിക്കുന്ന ചില ഫിനോമിനാസാണ് നമ്മളിനി പഠിക്കാൻ പോകുന്നത്. അതിൽ ആദ്യത്തേത് ഏർലി സൺറൈസ് ആൻഡ് ഡിലേയ്ഡ് സൺസെറ്റ്. ഏർലി സൺറൈസ് ആൻഡ് ഡിലേയ്ഡ് സൺസെറ്റ്. സൂര്യൻ ആക്ച്വലി ഉദിക്കുന്നതിന് മുന്നേ തന്നെ സൂര്യനെ കാണാൻ സാധിക്കുകയും സൂര്യൻ അസ്തമിച്ചതിന് ശേഷവും സൂര്യനെ കാണാൻ സാധിക്കുകയും ചെയ്യുന്നതിനാണ് ഏർലി സൺറൈസ് ആൻഡ് ഡിലേയ്ഡ് സൺസെറ്റ് എന്ന് പറയുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം സൂര്യൻ ഉദിക്കുക എന്ന് പറഞ്ഞാൽ വെളിച്ചമെത്തിയാൽ പോരാ, സൂര്യൻ്റെ ആ ഗോളം, സൂര്യബിംബം കാണാൻ സാധിക്കുമ്പോഴാണ്, ചക്രവാളത്തിൽ ഹൊറൈസണിൽ നമ്മുടെ കണ്ണിന് നേരെ സൂര്യബിംബം എത്തുമ്പോഴാണ് നമ്മൾ സൂര്യൻ ഉദിക്കുക എന്ന് പറയുന്നത്. അതായത് ഇത് ഭൂമിയാണെന്ന് കരുതുക. ഇത് ഭൂമിക്ക് ചുറ്റുമുള്ള അറ്റ്മോസ്ഫിയറാണ്. ഇവിടെ നിൽക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇതാണ് ഹൊറൈസൺ. ആ ആൾക്ക് സൂര്യനെ ഉദിച്ചു എന്ന് പറയണമെങ്കിൽ സൂര്യൻ അയാളുടെ കണ്ണിൻ്റെ ലെവലിൽ ഇവിടെ എത്തിച്ചേരുമ്പോഴാണ് സൂര്യൻ ഉദിച്ചു എന്ന് പറയാൻ സാധിക്കുക. പക്ഷേ സൂര്യൻ ആ പൊസിഷനിൽ എത്തുന്നതിന് മുന്നേ തന്നെ, അതായത് ഉദിക്കുന്നതിന് മുന്നേ തന്നെ ഇവിടെ മാത്രമേ എത്തിയിട്ടുള്ളൂ, അല്ലെങ്കിൽ ഭൂമി അവിടെ വരെ മാത്രമേ കറങ്ങിയിട്ടുള്ളൂ എന്ന് വിചാരിക്കുക. അപ്പോൾ ഇവിടുന്ന് വരുന്ന റേ ഓഫ് ലൈറ്റ്, സണ്ണിൻ്റെ റേ ഓഫ് ലൈറ്റ്, ഇത് ഇപ്പോൾ വാക്വത്തിൽ കൂടിയാണ് സഞ്ചരിച്ചിട്ടാണ്, ഇത് അറ്റ്മോസ്ഫിയർ ആണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു, വാക്വത്തിൽ കൂടെ സഞ്ചരിച്ചിട്ടാണ് അറ്റ്മോസ്ഫിയറിലേക്ക് കടക്കുന്നത്. അപ്പോൾ വാക്വത്തിലുള്ള വെലോസിറ്റി ഓഫ് ലൈറ്റ് 3 × 10⁸ ആണ്. പക്ഷേ അത് വെച്ച് നോക്കുമ്പോൾ അറ്റ്മോസ്ഫിയർ ഒരു ഡെൻസർ മീഡിയമാണ്. ഇതൊരു റെയറർ മീഡിയവും ഇതൊരു ഡെൻസർ മീഡിയവുമാണ്. സോ ദ റേ വിൽ ബെൻഡ് ടുവേർഡ്സ് ദ നോർമൽ. അപ്പോൾ പാത്തിന് ഗ്രാജുവലായിട്ട് അതിന് ബെൻഡിങ് സംഭവിക്കും. റേ ഓഫ് ലൈറ്റിൻ്റെ പാത്തിന് ഗ്രാജുവലായിട്ടുള്ള ബെൻഡിങ് സംഭവിക്കും. കാരണം കൃത്യമായിട്ടുള്ളൊരു അതിർവരമ്പിലല്ല അറ്റ്മോസ്ഫിയർ അവസാനിക്കുന്നതും വാക്വം തുടങ്ങുന്നതും. അപ്പോൾ ഇങ്ങനെ ഒരു റേ ഓഫ് ലൈറ്റ് വരികയാണെങ്കിൽ ഇറ്റ് വിൽ നേരെ ഇങ്ങനെ പോകേണ്ടതിന് പകരം അത് ബെൻഡ് ചെയ്ത് ഇങ്ങനെ വരും, ഇങ്ങനെ കടന്നു പോകും അറ്റ്മോസ്ഫിയറിൻ്റെ ഡെൻസിറ്റി മാറുന്നതിനനുസരിച്ച്. അപ്പോൾ ഇവിടെ നിൽക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ കണ്ണിലേക്ക് ഈ ഡയറക്ഷനിലാണ് ഒരു പ്രകാശരശ്മി വരുന്നത്. നമ്മളുടെ കണ്ണിൻ്റെ പ്രത്യേകത ഏത് ഡയറക്ഷനിലാണോ പ്രകാശം വരുന്നത് അവിടെയാണ് ആ ഒബ്ജക്റ്റ് ഉള്ളത് എന്നാണ് നമ്മൾ തിരിച്ചറിയുക, അല്ലെങ്കിൽ അങ്ങനെയാണ് തോന്നുക. അപ്പോൾ ഇയാളെ സംബന്ധിച്ചിടത്തോളം, ഇവിടെ നിന്ന് നോക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം സൂര്യൻ്റെ പൊസിഷൻ ഇവിടെയാണ്. അതായത് സൂര്യൻ ഉദിച്ചു കഴിഞ്ഞു. ഏതാണ്ട് 2 മിനിറ്റോളമാണ് ആക്ച്വൽ സൺറൈസിന് മുന്നേ തന്നെ സൂര്യനെ കാണാൻ സാധിക്കുക. അതേപോലെ തന്നെയാണ് അസ്തമയ സമയത്തും. ഇവിടെയുള്ള ആളെ സംബന്ധിച്ചിടത്തോളം സൂര്യൻ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ അസ്തമിച്ച് കഴിഞ്ഞു, കാരണം ഹൊറൈസണിൽ സൂര്യൻ മറഞ്ഞു കഴിഞ്ഞു. പക്ഷേ കുറച്ചും കൂടി എത്തിക്കഴിഞ്ഞാൽ പോലും സൂര്യനിൽ നിന്നുള്ള റേ ഓഫ് ലൈറ്റ് അറ്റ്മോസ്ഫറിക് എയറിലുള്ള റിഫ്രാക്ഷൻ കാരണം ഇവിടേക്ക് എത്തുന്നുണ്ട്. So he or she can see the sun at the horizon even after the sunset. ഇതിനെയാണ് ഏർലി സൺറൈസ് ആൻഡ് ഡിലേയ്ഡ് സൺസെറ്റ് എന്ന് പറയുക. സോ ദിസ് ഈസ് ആൻ ആപ്ലിക്കേഷൻ ഓഫ് റിഫ്രാക്ഷൻ ഓഫ് സൺലൈറ്റ് അറ്റ് അറ്റ്മോസ്ഫറിക് എയർ. ഓക്കെ, ഇനി അടുത്ത ഫിനോമിനയിലേക്ക് നമുക്ക് കടക്കാം. ദാറ്റ് ഈസ് ആക്ച്വൽ ഡെപ്ത് ആൻഡ് അപ്പാരൻറ്റ് ഡെപ്ത്. Actual depth and apparent depth. ഒരു വാട്ടർ ബോഡിയിലേക്ക് നമ്മൾ മുകളിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ മുകളിൽ നിന്ന് നമ്മൾ കണക്കാക്കുന്ന ഡെപ്ത് ആയിരിക്കില്ല അതിൻ്റെ ആക്ച്വൽ ഡെപ്ത്.
എന്ന് വെച്ചാൽ ഒരു കുളം അല്ലെങ്കിൽ ഒരു പുഴ അല്ലെങ്കിൽ ഒരു കിണർ, അതിൽ നിന്ന് നമ്മൾ മുകളിൽ നിന്ന് നോക്കുമ്പോൾ നമ്മൾക്ക് തോന്നുന്ന അനുഭവപ്പെടുന്ന ആഴമായിരിക്കില്ല അതിൻ്റെ ആക്ച്വൽ ഡെപ്ത്. നമുക്ക് തോന്നുന്നതിനേക്കാളും കൂടുതലായിരിക്കും അതിൻ്റെ ഡെപ്ത്. ഇതാണ് ആക്ച്വൽ ഡെപ്തും അപ്പാരൻറ്റ് ഡെപ്തും എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത്. നമുക്കെങ്ങനെയാണ് ഇത് സംഭവിക്കുന്നതെന്ന് നോക്കാം. ഇതാണ് നമ്മുടെ വാട്ടർ ബോഡി. ഒരു കുളമോ കിണറോ എന്തെങ്കിലും ആയിക്കോട്ടെ, ഇത്രയും ഡെപ്തിലാണ് വെള്ളമുള്ളത്. ഇതാണ് ടി, ആക്ച്വൽ ഡെപ്ത് ഈസ് ടി. ഇവിടെ ഇതിൻ്റെ അടിയിൽ ഒരു ഒബ്ജക്റ്റ് ഉണ്ട്, ഒരു കല്ല്, ഒബ്ജക്റ്റ് ഒ. ഈ ഒബ്ജക്റ്റിനെയാണ് പുറമേ നിന്ന് നോക്കുന്ന ഒരാൾ നിരീക്ഷിക്കുന്നത്. ഒരു വസ്തുവിനെ നമ്മൾ കാണുക എന്ന് പറഞ്ഞാൽ എവിടെ നിന്നെങ്കിലും അതിൽ പതിയുന്ന പ്രകാശരശ്മി അതിൽ തട്ടി റിഫ്ലക്റ്റ് ചെയ്ത ശേഷം നമ്മുടെ കണ്ണുകളിലേക്ക് എത്തിച്ചേരുമ്പോഴാണ് നമ്മൾ അതിനെ കാണുന്നത്. അപ്പോൾ ഈ ഒബ്ജക്റ്റിൽ നിന്ന് വരുന്ന ഒരു റേ ഓഫ് ലൈറ്റ്, ഇത് വാട്ടറാണ്, ഇവിടെ എയറാണ്. ദിസ് ഈസ് എ ഡെൻസർ മീഡിയം ആൻഡ് ദിസ് ഈസ് എ റെയറർ മീഡിയം. ഡെൻസർ ടു റെയർ ഒരു റേ ഓഫ് ലൈറ്റ് പോകുമ്പോൾ എങ്ങോട്ട് ബെൻഡ് ചെയ്യും എന്ന് ആലോചിച്ച് നോക്കൂ. ഡെൻസർ മീഡിയത്തിൽ നിന്ന് റെയറർ മീഡിയത്തിലേക്ക് പോകുമ്പോൾ ഇറ്റ് വിൽ ബെൻഡ് എവേ ഫ്രം ദ നോർമൽ. സോ ഇറ്റ് വിൽ ബെൻഡ് ടു ഇൻ ദിസ് വേ. അപ്പോൾ ഇവിടെ നിന്ന് നോക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഈ റേ ഓഫ് ലൈറ്റ് വരുന്ന ഡയറക്ഷൻ നമുക്കിത് പുറകോട്ട് എക്സ്റ്റെൻഡ് ചെയ്താൽ എവിടെ നിന്നാണോ വരുന്നത് അവിടെയാണ് ഈ ഒബ്ജക്റ്റ് ഉണ്ടാവുക. അതായത് ഇതാണ് ഒബ്ജക്റ്റിൻ്റെ പൊസിഷൻ, ഒ ഡാഷ്. ഒ ഡാഷ് എന്നുള്ളതാണ് ഒബ്ജക്റ്റിൻ്റെ പൊസിഷൻ. സോ എ ഒ ഡാഷ് ഈസ് ദ അപ്പാരൻറ്റ് ഡെപ്ത്, വെറാസ് എ ഒ ഈസ് ദ ആക്ച്വൽ ഡെപ്ത്. എ ഒ ഡാഷിനെ നമുക്ക് ടി ഡാഷ് എന്ന് പറയാം. ദാറ്റ് ഈസ് ദ അപ്പാരൻറ്റ് ഡെപ്ത്. അപ്പോൾ ഈ ഒരു ഒബ്ജക്റ്റ് മാത്രമല്ല, ഈ നിരപ്പിലുള്ള എല്ലാ വസ്തുക്കളും ഈ ഉയരത്തിലേക്ക് ഉയർന്നു കാണുന്നതായിട്ട് അല്ലെങ്കിൽ ഈ ലെവലിലേക്ക് ഉയർന്നു കാണുന്നതായിട്ടാണ് ഇവിടുന്ന് നോക്കുന്ന ആൾക്ക് അനുഭവപ്പെടുക. സോ ഈ ടി ഡാഷ് എന്നുള്ള ഡെപ്ത് മാത്രമേ പുറമേ നോക്കുന്ന ഒരാൾക്ക് അനുഭവപ്പെടുള്ളൂ. സോ ആക്ച്വൽ ഡെപ്തിനേക്കാളും എത്രയോ അധികം കുറവായിരിക്കും അപ്പാരൻറ്റ് ഡെപ്ത്. ഓക്കെ, ഇനി എത്രയാണ് ഈ ഡെപ്ത്, അപ്പാരൻറ്റ് ഡെപ്ത് അല്ലെങ്കിൽ ആക്ച്വൽ ഡെപ്തും അപ്പാരൻറ്റ് ഡെപ്തും തമ്മിൽ എന്താണ് ബന്ധം എന്നാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. ഇവിടെ നമുക്ക് ഈ ചിത്രത്തിൽ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് അടയാളപ്പെടുത്താം. ഇതാണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. ദിസ് ഈസ് ഇൻസിഡൻറ്റ് റേ ആൻഡ് ദിസ് ഈസ് നോർമൽ. ദിസ് ഈസ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. ദിസ് ഈസ് റിഫ്രാക്റ്റഡ് റേ ആൻഡ് ദിസ് ഈസ് നോർമൽ. ദിസ് ഈസ് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ. ഈ ആംഗിളും ഐ തന്നെ ആയിരിക്കും. കാരണം രണ്ട് പാരലൽ ലൈൻസിനെ ഇങ്ങനെ ഒരു ലൈൻ കട്ട് ചെയ്യാണ്. സോ ദീസ് ആർ ടു ഓപ്പോസിറ്റ് ഇൻറ്റീരിയർ ആംഗിൾസ് ആൻഡ് ദിസ് ആംഗിൾ വിൽ ബി ആർ. കാരണം രണ്ട് പാരലൽ ലൈൻസിനെ ഇങ്ങനെ ഒരു ലൈൻ കട്ട് ചെയ്യുമ്പോൾ ഈ ആംഗിളും സെയിം ആയിരിക്കും. ഈ പോയിൻറ്റിനെ നമ്മൾ ബി എന്ന് മാർക്ക് ചെയ്യുന്നു. ഓക്കെ, നമ്മൾ പഠിച്ചത് സൈൻ ഐ ബൈ സൈൻ ആർ ഇസ് ഈക്വൽ ടു എൻ എന്നാണ്. ഇവിടെയാണ് ഐ, ഇവിടെയാണ് ആർ. അപ്പോൾ നമുക്ക് കിട്ടുന്നത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് എയർ വിത്ത് റെസ്പെക്ട് ടു വാട്ടർ ആണ് കിട്ടുക. സെക്കൻഡ് മീഡിയം വിത്ത് റെസ്പെക്ട് ടു ഫസ്റ്റ് മീഡിയം. നമുക്ക് തിരിച്ച് വേണം, വാട്ടറിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് വേണം. അതുകൊണ്ട് ഞാൻ തിരിച്ചെഴുതാണ് എൻ വാട്ടർ വിത്ത് റെസ്പെക്ട് ടു എയർ. എയർ ആണെങ്കിൽ അത് പറയണ്ട എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ്. എൻ വാട്ടർ ഇസ് ഈക്വൽ ടു സൈൻ ആർ ബൈ സൈൻ ഐ. n12 ഈസ് 1/n21. അതുകൊണ്ടാണ് ഇങ്ങനെ എഴുതിയത്. ഇനി ഈ ട്രയാങ്കിളുകളിൽ നിന്ന് ചില ട്രയാങ്കിൾ ഉപയോഗിച്ചുകൊണ്ട് സൈൻ ഐയും സൈൻ ആറും എന്താണെന്ന് എഴുതാം. ഫ്രം ട്രയാങ്കിൾ ഒ എ ബി സൈൻ ആർ ഇസ് ഈക്വൽ ടു സൈൻ ഐ ഇസ് ഈക്വൽ ടു ഈ വലിയ ട്രയാങ്കിളിൽ നിന്ന് സൈൻ ഐ ഓപ്പോസിറ്റ് സൈഡ് എ ബി ബൈ ഹൈപ്പോട്ട്ന്യൂസ് ഒ ബി, എ ബി ബൈ ഒ ബി. ആൻഡ് ഫ്രം ട്രയാങ്കിൾ ഒ ഡാഷ് എ ബി സൈൻ ആർ ഇസ് ഈക്വൽ ടു AB by O dash B. Okay, so NW, N is equal to sin R by sin I, AB by O dash B divided by AB by OB. AB നമുക്ക് കട്ട് ചെയ്യാം. that is equal to OB by O dash B. ഇനി നമ്മളൊരു അപ്രോക്സിമേഷൻ എടുക്കുകയാണ്. OB is approximately equal to OA and O dash B approximately equal to O dash. അങ്ങനെ ഉപയോഗിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഈ ഇക്വേഷൻ ഇങ്ങനെ മാറും. n is equal to ഒ ബിക്ക് പകരം ഒ എ ബൈ ഒ ഡാഷ് ബിക്ക് പകരം ഒ ഡാഷ് എ. ദാറ്റ് ഈസ് n is equal to ഒ എ ഈസ് ആക്ച്വൽ ഡെപ്ത് ടി ബൈ ഒ ഡാഷ് എ ഈസ് അപ്പാരൻറ്റ് ഡെപ്ത് ടി ഡാഷ്.
അപ്പോൾ നമുക്ക് കിട്ടിയ ഇക്വേഷൻ ഇതാണ്, n is equal to t by t dash, അല്ലെങ്കിൽ apparent depth t dash is equal to t by n. ഓക്കെ, apparent depth is equal to actual depth by n. 10 മീറ്റർ ആഴമുള്ള ഒരു കുളമാണെങ്കിൽ അതിന് നമുക്ക് മുകളിൽ നോക്കിയാൽ അനുഭവപ്പെടുന്ന ഡെപ്ത് എന്ന് പറയുന്നത് ആക്ച്വൽ ഡെപ്ത് 10 ഡിവൈഡ് ബൈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് വാട്ടർ, ദറ്റ് ഈസ് 1.33, ഏതാണ്ട് 8 എന്നുള്ള വാല്യൂ ആയിരിക്കും നമുക്ക് അനുഭവപ്പെടുക. ഓക്കെ, ഇനി എത്രയാണ് ഇതിൻ്റെ ഷിഫ്റ്റ് ഇൻ പൊസിഷൻ എന്നും കൂടി നമുക്ക് കണ്ടുപിടിക്കണം. ഷിഫ്റ്റ് ഇൻ പൊസിഷൻ, ഷിഫ്റ്റ് ഇസ് ഈക്വൽ ടു ഒ ഡാഷ്, ഓയിലുണ്ടായിരുന്നത് ഒ ഡാഷ് വരെ എത്തുകയാണ് ചെയ്തത്, ഒ ഡാഷ്, ദാറ്റ് ഈസ് ഈക്വൽ ടു ഒ എ മൈനസ് ഒ ഡാഷ് എ. O dash is OA minus O dash. That is equal to T minus T dash. That is T minus T dash is T by N, or T into 1 minus 1 by N. This is the shift in position. നമുക്ക് തന്നെ ഒരു ഗ്ലാസിൻ്റെ കഷണമൊക്കെ എടുത്തിട്ട് പുസ്തകത്തിൽ വെച്ച് നോക്കിയാൽ അക്ഷരങ്ങൾ ഉയർന്നു നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതും ഈ പറഞ്ഞ ആക്ച്വൽ ഡെപ്ത്, അപ്പാരൻറ്റ് ഡെപ്ത് എന്നുള്ള അതേ ഫിനോമിന കാരണമാണ് നമുക്ക് അനുഭവപ്പെടുന്നത്. ഷിഫ്റ്റ് ചെയ്യുകയാണ് അതിൻ്റെ അക്ഷരങ്ങളുടെ പൊസിഷൻ. ഒരു ഗ്ലാസ് ലാബിലെ റിഫ്രാക്ഷനെ കുറിച്ച് കൂടി നമുക്ക് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. ഒരു ഗ്ലാസ് ലാബാണിത്. ഇവിടെ നിന്ന് ഒരു റേ ഓഫ് ലൈറ്റ് കടന്നു വരുന്നു. ഇതാണ് ഇൻസിഡൻറ്റ് റേ, ദിസ് ഈസ് നോർമൽ. എങ്ങോട്ട് ബെൻഡ് ചെയ്യുമെന്ന് ആലോചിച്ച് നോക്കുക. ഇതാണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. ഇൻസിഡൻറ്റ് റേയും റയറർ മീഡിയത്തിൽ നിന്ന് ഡെൻസർ മീഡിയത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ, ലൈറ്റ് കടക്കുമ്പോൾ ഇറ്റ് വിൽ ബെൻഡ് ടുവേർഡ്സ് ദ നോർമൽ. സോ ഇറ്റ് ഈസ് ബെൻഡിങ് ടുവേർഡ്സ് ദ നോർമൽ. ആൻഡ് ഇവിടെ നോർമൽ ഞാൻ വീണ്ടും വരയ്ക്കുകയാണ്. ഡെൻസർ മീഡിയത്തിൽ നിന്ന് റയറർ മീഡിയത്തിലേക്കാണ് ലൈറ്റ് കിടക്കുന്നത്. അപ്പോൾ നേരെ പോകുന്നതിന് പകരം ഇറ്റ് വിൽ ബെൻഡ് എവേ ഫ്രം ദ നോർമൽ. ആൻഡ് യു ക്യാൻ സീ ദാറ്റ് ദ ഇൻസിഡൻറ്റ് റേ ആൻഡ് എമർജൻറ്റ് റേ വിൽ ബി പാരലൽ. ഇത് രണ്ടും പാരലലായിരിക്കും, ഈ രണ്ട് റേസ് പാരലലായിരിക്കും. നമുക്ക് ആംഗിൾ ഓഫ് ഇൻസിഡൻസും ആംഗിൾ ഓഫ് റിഫ്രാക്ഷനും ഇവിടെ അടയാളപ്പെടുത്താം. ഇത് ആറും ഇത് അതേ ആംഗിൾ ഐയും തന്നെ ആയിരിക്കും. സോ ദിസ് ഈസ് ദ റിഫ്രാക്ഷൻ അറ്റ് എ ഗ്ലാസ് ലാബ്. അപ്പോൾ ഈ ഇത്രയും കാര്യങ്ങൾ പഠിച്ചത് നന്നായിട്ട് പഠിക്കുക. റിഫ്രാക്ഷൻ എന്താണെന്നും അതോടൊപ്പം റിഫ്രാക്ഷൻ്റെ ആപ്ലിക്കേഷൻസ് ആയിട്ട് വരുന്ന ചില ഫിനോമിനാസിനെ കുറിച്ചുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത്. ഇതിൻ്റെ നോട്ട്സൊക്കെ പ്രിപ്പയർ ചെയ്ത് നന്നായി പഠിക്കുക. ഓക്കെ.